ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്കം മീൻകറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല തേങ്ങ അരച്ച അടിപൊളി മീൻകറി വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ മീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ. ഒന്നും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചങ്ങ് കഴുകാൻ പോവാം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടാണ് ഇവനങ്ങ് കഴുകുന്നത്. ആ ഉളുമ്പിൻ്റെ മണം എല്ലാം കൂടെ അങ്ങ് മാറിക്കിട്ടെ ഇവനങ്ങ് വെച്ച് കഴുകുമ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കാം. കണ്ടില്ലേ ഇതുപോലെ. ശേഷം നമ്മളിത് ഉരുളി എടുത്ത് ചൂടാക്കി വെളിച്ചെണ്ണ എടുത്ത് ഒഴുകി വെക്കുന്നു, ഉലുവ ഇടുന്നു. അതിന് ശേഷം വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്യാം. ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു ലെവലാകുമ്പോൾ ഒരു ഇച്ചിരി പച്ചമുളകും കൂടെ ഒരു മറിയും മറിച്ചു. പച്ചമുളകും റോസ്റ്റായി വരുമ്പോഴേക്ക് കണ്ടില്ലേ ഇതുപോലെ കുറച്ച് കറിവേപ്പിലങ്ങ് വാരി വിതറുക. അവനും ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റായി വരുമ്പോൾ സവോള നീളത്തിലരിഞ്ഞിരിക്കുന്ന സവോള ഇതുപോലെ ഇട്ടങ്ങ് വാട്ടിയെടുക്കാം. ഇതുപോലെ നല്ലവണ്ണം അങ്ങ് വരട്ടിക്കും. ഒരു ലൈറ്റ് കളറാകുന്നവരെ ഇവൻ സെറ്റാക്കി തന്നെ അങ്ങ് വെച്ചു. ഇവനൊന്ന് കളറായി സെറ്റായി വരുന്ന കണ്ടില്ല. അപ്പോഴേക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 5-6 സ്പൂൺ മുളക് പൊടി കൂടെ ഇച്ചിരി സാദാ ചില്ലി പൗഡറും കൂടി ഇട്ടു. എന്നിട്ട് മല്ലിപ്പൊടിയും ഇതുപോലെ അങ്ങ് വാരി വിതറുക. എന്നിട്ട് ഇവനെയും ഒന്ന് റോസ്റ്റ് ചെയ്യുക. അല്ല ആ മസാല കുത്തലുണ്ടാവും. ആ കുത്തലുണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ റോസ്റ്റ് ചെയ്തത്. എന്നിട്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. ഇതുപോലെ പേസ്റ്റ് എടുത്ത് അതിലേക്കൊരു മറിക്കുക. എന്നിട്ട് കഴുകി ആ വെള്ളം കൂടെ ഇങ്ങ് ഒഴിച്ചേക്കുക. കണ്ടില്ലേ? എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. ഇവനങ്ങ് തിളച്ച് വരുമ്പോഴേക്ക് കണ്ടില്ലേ നല്ല സെറ്റായി വരുമ്പോഴേക്ക് കുടംപുളി അങ്ങ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. കുടംപുളി ആ വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി അത്യാവശ്യമായി. തക്കാളി ഇടുമ്പോൾ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉപ്പും ആവശ്യത്തിന് അങ്ങ് ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ശേഷം വെള്ളം ഒഴിച്ച് ഗ്രേവി അങ്ങ് തിളപ്പിക്കുക. അപ്പോൾ ആ മസാല കുത്തലും ആ പുളി ഇതെല്ലാം കൂടെ അങ്ങ് മാറി നല്ല ലെവലിലങ്ങ് വരും. അങ്ങ് തിളക്കാതിരിക്കുക. നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് തിളപ്പിക്കുക. ചങ്ങാതി വരെ അവനങ്ങ് തിളച്ച് വരുമ്പോഴേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീനെടുത്തത് ഇതിലേക്കൊരു മറിക്കുക. കണ്ടില്ലേ? എന്നിട്ട് സ്ലോ മോഷനിൽ വേണം ഇവനെ ഇളക്കാൻ കേട്ടോ. നെയ്മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകും. എന്നിട്ട് ഇവനൊന്ന് ലൈറ്റായി വരുമ്പോൾ തേങ്ങ നല്ല പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് ആ പാത്രം കൊണ്ട് കഴുകി ആ വെള്ളം കൂടെ എടുത്തൊരു മറിക്കുക. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇവനെങ്ങ് പയ്യെ സ്ലോയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. മീൻ പെട്ടെന്ന് വേവുകയും ചെയ്യും, അതുപോലെ പൊടിഞ്ഞും പോകും. അപ്പോൾ സ്ലോ മോഷനിൽ വേണം ഇവനെ ഇളക്കാൻ. ഇതുപോലെ മിക്സ് ചെയ്യുക. ആ സമയത്തേക്ക് നമുക്ക് ഇവന് വേണ്ട താളിപ്പ് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടി വരുമ്പോഴേക്ക് വത്തലമുളക് എടുത്തിടുക. ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. വത്തലമുളക് ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് ചെറുള്ളി അവനെ ഇട്ട് ഇത് ലൈറ്റായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒന്ന് കളറായി സെറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇച്ചിരി ഇതുപോലെ മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. കണ്ടില്ലേ? ഇത് മിക്സാക്കി സെറ്റായി വരുമ്പോഴേക്ക് നേരെ എടുത്ത് മീൻകറിയിലേക്ക് ഒരു മറിക്കുക. കണ്ടില്ലേ? ഇതുപോലെ മറിക്കുക. എന്നിട്ട് സ്ലോ മോഷനിൽ ആ മീൻകറി അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോഴും മീൻ പൊടിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സ്ലോ മോഷൻ. അപ്പോൾ നല്ല കുറുകിയ നല്ല സൂപ്പർ മീൻകറി റെഡിയായിരിക്കുകയാണ്. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ തന്നെ ഒരു പിടുത്തം പിടിക്കാൻ തോന്നും. ഒരു രക്ഷയില്ല. പിന്നീട് ഒരിച്ചിരി കുത്തിരി ചോറ് മോര് കാച്ചിയും തോരനും ഒക്കെ വെച്ചിട്ട് അതിലേക്ക് ഈ മീൻകറി ഒഴിച്ചു കൊടുക്കുക. ആയിലിപ്പോൾ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നത് കേട്ടോ. എന്നിട്ട് ചങ്ങാതിമാരുടെ സമ്മതത്തോടു കൂടി ഞാനങ്ങൊരു പിടുത്തങ്ങ് പിടിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എല്ലാം, നമ്മുടെ ചങ്കല്ലേ നിങ്ങളെല്ലാം. അപ്പോൾ ചങ്ങാതിമാരെ ഇതുപോലെയുള്ള കിടുക്കാച്ചി വീഡിയോകളായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. ഇത് കണ്ട് കൊതിവിടല് നേരെ വീട്ടിൽ ചെന്നിട്ട് കിടുക്കാച്ചിയും കൊണ്ടായിരിക്കും.